Hello students, നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി ആണ്. ഇത് നമ്മുടെ ജോൺ സ്റ്റോക്ക് കമ്പനിയുടെ ഫൈനൽ അക്കൗണ്ടിന്റെ ഭാഗമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. നമുക്ക് ജോൺ സ്റ്റോക്ക് കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് അതിന്റെ ലീഗൽ റിക്വയർമെന്റ് എന്താണ്? ആസ് പെർ സെക്ഷൻ 128 ഓഫ് ദ കമ്പനീസ് ആക്ട് 2013, ജോൺ സ്റ്റോക്ക് കമ്പനീസ് ഇൻ ഇന്ത്യ ഹാവ് എ സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻ ടു പ്രിപ്പയർ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഫോർ എവറി ഫിനാൻഷ്യൽ ഇയർ. അപ്പോൾ കമ്പനീസ് ആക്ട് അനുസരിച്ചിട്ട് എല്ലാ ജോൺ സ്റ്റോക്ക് കമ്പനീസും അവരുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സും എല്ലാ ഫിനാൻഷ്യൽ ഇയറിലും പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ എന്താണ് അതിന്റെ ഡെഫിനിഷൻ? ലീഗൽ ഡെഫിനിഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഇൻക്ലൂഡ്. അപ്പോൾ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് ഇവിടെ പറഞ്ഞു, അതിന് എന്താണ് അതിന്റെ ലീഗൽ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ അതിൽ എന്തൊക്കെ വരും? എ ബാലൻസ് ഷീറ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ. ആ ഫിനാൻഷ്യൽ ഇയറിന്റെ അവസാനത്തെ ഒരു ബാലൻസ് ഷീറ്റ് വേണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, or in the case of a company carrying on any activity not for profit, an income and expenditure account for the financial year. അപ്പോൾ പ്രോഫിറ്റിന് വേണ്ടി വർക്ക് ചെയ്യുന്ന കമ്പനി ആണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അതല്ല കമ്പനി വേറെ നോട്ട് ഫോർ പ്രോഫിറ്റ്, പ്രോഫിറ്റിനല്ലാതെ വേറെ ഏതെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്ന കമ്പനി ആണെങ്കിൽ അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും കാണിക്കണം. നെക്സ്റ്റ് വരുന്നതാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഓരോന്നായിട്ട് പറയാണ്. നെക്സ്റ്റ് വരുന്നത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഫോർ ദ ഫിനാൻഷ്യൽ ഇയർ. ആൻഡ് ലാസ്റ്റ് നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി ഇഫ് ആപ്ലിക്കബിൾ. സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി കാണിക്കണം. ഈ സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ഇക്വിറ്റിയിൽ അല്ലെങ്കിൽ ഓണേഴ്സ് ക്യാപിറ്റലിൽ എങ്ങനെയൊക്കെയാണ് ചേഞ്ചസ് വരുന്നത് എന്നുള്ളത് കാണിക്കാനുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ദെൻ എനി എക്സ്പ്ലനേറ്ററി നോട്ട് അനക്സ്ഡ് ടു. അപ്പൊ നമ്മള് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് ഒക്കെ പഠിക്കുമ്പോൾ അതിന്റെ എക്സ്പ്ലനേറ്ററി നോട്ട്സ് പഠിച്ചു. അപ്പൊ നോട്ട്സ് ഉണ്ടെങ്കിൽ നോട്ട്സ് ടു അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യണം. ഇവിടെ പറഞ്ഞിരിക്കുന്നു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് 1 person കമ്പനി, സ്മോൾ കമ്പനി, ഡോർമെന്റ് കമ്പനീസിന് നിർബന്ധമില്ല. ബാക്കിയുള്ളവർക്കാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് നിർബന്ധമായിട്ടുള്ളത്. അപ്പൊ ഈ പറഞ്ഞ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി എന്താണെന്നുള്ളതാണ്. നോക്കാം. Statement of changes in equity shows the movement in a company's equity during a financial year. അപ്പൊ കമ്പനിയുടെ ഇക്വിറ്റിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നു, മൂവ്മെന്റ് വരുന്നു എന്നുള്ളതാണ് അത് കാണിക്കുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് എ ഡീറ്റെയിൽഡ് റിക്കൺസിലിയേഷൻ ബിറ്റ്വീൻ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ബാലൻസ് ഓഫ് ഈച്ച് കോമ്പണന്റ് ഓഫ് ഇക്വിറ്റി. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റിയിലെ ഒരു ബാലൻസ് അല്ലെങ്കിൽ റിക്കൺസിലിയേഷൻ ആണ്. ഓപ്പണിംഗ് ബാലൻസിൽ നിന്നും ഇക്വിറ്റിയുടെ ഓപ്പണിംഗ് ബാലൻസിൽ നിന്നും ക്ലോസിംഗ് ബാലൻസ് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ഓണേഴ്സിന് അവകാശപ്പെട്ടതല്ല. അപ്പോൾ നമ്മൾ ബാലൻസ് ഷീറ്റ് എഴുതുമ്പോൾ ഓണേഴ്സിന് വരുന്നത് എന്തൊക്കെയാണ്? ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എഴുതുമ്പോൾ അതിന്റെ താഴെ നമുക്ക് വരുന്നത് ഷെയർ ക്യാപിറ്റൽ വരും, അതുപോലെ തന്നെ റിസർവ്സ് ആൻഡ് സർപ്ലസ്. അതൊക്കെയാണ് ഇക്വിറ്റി എന്ന് പറയുന്നത്. ആ ഇക്വിറ്റിയിലെ ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും തമ്മിൽ മാറ്റം ഉണ്ടാവും. അപ്പൊ കഴിഞ്ഞ വർഷത്തെ എമൗണ്ട് തന്നേക്കുന്നതും ഈ വർഷത്തെയും, അതാണ് ഓപ്പണിംഗ് ബാലൻസ്. ഓപ്പണിംഗ് ഡേറ്റിലെ എമൗണ്ടും ക്ലോസിംഗ് ഡേറ്റിലെ എമൗണ്ടും മാറ്റം ഉണ്ടെങ്കിൽ ആ മാറ്റം എന്തുകൊണ്ട് വന്നിരിക്കുന്നു എന്നുള്ള ഒരു റിക്കൺസിലിയേഷൻ, ആ കാരണങ്ങളാണ് നമുക്കിവിടെ കാണിച്ചത്. റിക്കൺസിലിയേഷൻ്റെയും കൂടെ റിക്കൺസിൽ ചെയ്യാണ് ഈ സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റിയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് അതിന് മാറ്റം വന്നത്, ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും തമ്മിൽ എന്തുകൊണ്ട് മാറ്റം വന്നു എന്നുള്ളതാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ദിസ് സ്റ്റേറ്റ്മെന്റ് ഹെൽപ്സ് ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഹാവ് ചേഞ്ച്ഡ് ഡ്യൂറിംഗ് ദ ഇയർ. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണ് ഷെയർ ഹോൾഡേഴ്സിന്റെ ഫണ്ടിൽ ആ വർഷം മാറ്റം വന്നത് എന്നുള്ളത് സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ദെൻ ഇതിന്റെ ഫോർമാറ്റ് ഷെഡ്യൂൾ 3 പറഞ്ഞിരിക്കുന്നത് പോലെയാണ്. ദെൻ അതിന് 3 കോമ്പണൻസ് ആണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് ഇക്വിറ്റി, ഷെയർ ക്യാപിറ്റൽ. അപ്പൊ അതിന്റെ ഫോർമാറ്റ് ഒക്കെ ഉണ്ട്. ഫോർമാറ്റ് നമ്മൾ അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. സെക്കൻഡ് വൺ, ഇൻസ്ട്രുമെന്റ്സ് എൻറ്റയർലി ഇക്വിറ്റി ഇൻ നേച്ചർ. അതായത് പിന്നെ വരുന്നത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ കൂടാതെ ഇക്വിറ്റി നേച്ചറിലുള്ള ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഇക്വിറ്റി നേച്ചറിൽ പിന്നെ വരുന്ന ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത് പ്രിഫറൻസ് ഷെയർസും ഡിബഞ്ചേഴ്സും കമ്പൽസറിലി കൺവേർട്ടിബിൾ ആണെങ്കിൽ. എന്താ കൺവേർട്ടിബിൾ പ്രിഫറൻസ് ഷെയർ എന്ന് പറഞ്ഞാൽ? ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും അത് ഇക്വിറ്റി ഷെയർ ആയിട്ട് മാറും. കൺവേർട്ടിബിൾ ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്, ഫ്യൂച്ചറിൽ അത് ഇക്വിറ്റി ഷെയർ ആയിട്ട് മാറും. അപ്പോൾ കമ്പൽസറിലി കൺവേർട്ടിബിൾ ഡിബഞ്ചറും കമ്പൽസറിലി കൺവേർട്ടിബിൾ പ്രിഫറൻസ് ഷെയറുമാണ് ഇൻസ്ട്രുമെന്റ്സ് എൻറ്റയർലി ഇക്വിറ്റി ഇൻ നേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ശ്രദ്ധ വേണം. പ്രിഫറൻസ് ഷെയർസ് റിഡീമബിൾ ആണെങ്കിൽ അത് ഇതിൽ വരില്ല. ഡിബഞ്ചേഴ്സ് വരുമ്പോഴും പറഞ്ഞിട്ടുണ്ടാവണം കമ്പൽസറിലി കൺവേർട്ടബിൾ ഇൻറ്റു ഇക്വിറ്റി ഷെയർസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് ഇൻസ്ട്രുമെന്റ്സ് എൻറ്റയർലി ഇക്വിറ്റി ഇൻ നേച്ചർ ആയിട്ട് മാറുള്ളൂ. നെക്സ്റ്റ് വരുന്നതാണ് അതർ ഇക്വിറ്റി. അതർ ഇക്വിറ്റിയിൽ വരുന്നത് നമ്മുടെ റിസർവ്സ് ആൻഡ് സർപ്ലസിൽ വരുന്ന ഐറ്റം ആണ്. ദെൻ ഇത് കമ്പൽസറി ആണോ? ദെൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യേണ്ടുന്ന കമ്പനീസിന് സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി പ്രിപ്പയർ ചെയ്യേണ്ടതും കമ്പൽസറി ആണ്.
ദെൻ ഇതിന്റെ ഫോർമാറ്റ് നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞു 3 കോമ്പണന്റ് ആണ് ഉള്ളത്. 1 ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, 2 ഇൻസ്ട്രുമെന്റ്സ് എൻറ്റയർലി ഇക്വിറ്റി ഇൻ നേച്ചർ, 3 അതർ ഇക്വിറ്റി. അപ്പോൾ 3 കോമ്പണന്റിനും ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റ് അതുപോലെ തന്നെ പഠിച്ചു വെച്ചിട്ട് നമ്മൾ എഴുതി വെക്കുക. അപ്പോൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിന്റെ ഫോർമാറ്റ്, അപ്പം നമുക്കിവിടെ 2 എമൗണ്ട് കോളം 2 വർഷത്തെ ഡാറ്റ ഉണ്ടെങ്കിൽ, പ്രീവിയസ് ഇയറിൽ ഉണ്ടെങ്കിലാണ് നമ്മൾ 2 എമൗണ്ട് കോളം, അല്ലെങ്കിൽ നമുക്ക് 1 എമൗണ്ട് കോളം മതി. അപ്പോൾ ആദ്യം നമ്മൾ എഴുതുന്നത് ബാലൻസ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ കറണ്ട് റിപ്പോർട്ടിംഗ് പീരീഡ്. അപ്പോൾ നമുക്ക് കറണ്ട് റിപ്പോർട്ടിംഗ് പീരീഡിലെ ബാലൻസ്, അതല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ എൻട്രിയാണല്ലോ ഈ വർഷത്തെ ഓപ്പണിംഗ് ബാലൻസ്, അത് തന്നിട്ടുണ്ടെങ്കിൽ അത് ആ ഓപ്പണിംഗ് ബാലൻസ് ആദ്യം എഴുതുക. ദെൻ പിന്നെ നെക്സ്റ്റ് ചെയ്യേണ്ടുന്നത് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഡ്യൂ ടു പ്രയർ പീരീഡ് എറേഴ്സ്. അതായത് മുമ്പുള്ള വർഷങ്ങളിലെ എറേഴ്സ് കൊണ്ട് ഈ ഷെയർ ക്യാപിറ്റലിൽ ഇപ്പൊ എന്തെങ്കിലും ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ അത് ഇൻക്രീസ് ആവാം, ഡിക്രീസ് ആവാം. ഇൻക്രീസ് ആണെങ്കിൽ നമ്മൾ ആഡ് ചെയ്യും, ഡിക്രീസ് ആണെങ്കിൽ നമ്മൾ ലെസ് ചെയ്യും. ഇപ്പൊ മുൻ വർഷങ്ങളിൽ എന്തെങ്കിലും പ്രയർ പീരീഡ് എറേഴ്സ് കൊണ്ട്, മിസ്റ്റേക്ക് ഒക്കെ പറ്റിയത് കൊണ്ട് നമ്മുടെ ഷെയർ ക്യാപിറ്റലിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അത് ഇൻക്രീസോ ഡിക്രീസോ ആവാം. ഇൻക്രീസ് ആണെങ്കിൽ നമ്മൾ ആഡ് ചെയ്യും, ഡിക്രീസ് ആണെങ്കിൽ ലെസ് ചെയ്യും. അതാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടും. നമ്മൾ അതിൽ നിന്ന്, അതായത് ബിഗിനിങ്ങിലെ ബാലൻസിൽ നിന്നും ആഡ് ചെയ്യാനാണെങ്കിൽ ആഡ് ചെയ്യും, അല്ലെങ്കിൽ ലെസ് ചെയ്യാനാണെങ്കിൽ ലെസ് ചെയ്യും. അപ്പൊ നമുക്ക് കിട്ടുന്നതാണ് റീസ്റ്റേറ്റഡ് ബാലൻസ് അറ്റ് ദ ബിഗിനിങ്. ആ പീരീഡിലെ റീസ്റ്റേറ്റഡ് ബാലൻസ് കിട്ടും. ഈ എമൗണ്ടിലാണ് നമ്മൾ ബാക്കിയുള്ള അഡ്ജസ്റ്റ്മെന്റ്സ് നടത്തുക. ദെൻ ഇനി ഇതിൽ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഡ്യൂറിംഗ് ദ പീരീഡ്. ഈ കറണ്ട് പീരീഡിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു, എന്തൊക്കെ മാറ്റങ്ങൾ വരാം. പുതിയ ഷെയർ ഇഷ്യൂ ചെയ്യാം, അതൊരു മാറ്റമാണ്. ദെൻ ഷെയർ ബൈബാക്ക് നട്ടാം. ബൈബാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന്റെ കയ്യിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഷെയർ തിരിച്ചു വാങ്ങി അവർക്ക് പൈസ കൊടുക്കുന്നു. അപ്പൊ അത്രയും ഷെയർ പിന്നെ കമ്പനിയിൽ ഇല്ലാണ്ടായി. ഇതിനാണ് നമ്മൾ ബൈബാക്ക് എന്ന് പറയുന്നത്. ദെൻ ഇതുകൂടാതെ ബോണസ് ഇഷ്യൂ വരാം. എപ്പോഴാണ് ബോണസ് ഇഷ്യൂ നടത്തുന്നത്? കമ്പനി പ്രോഫിറ്റ് കൂടുതലായി നിൽക്കുന്ന സമയത്ത്, കമ്പനിയുടെ റിസർവുകളിൽ പൈസ എക്സസ് വരുമ്പോൾ കമ്പനി ഷെയർ ഹോൾഡേഴ്സിന് ബോണസ് കൊടുക്കാൻ തീരുമാനിക്കുന്നു. ബോണസ് വേണമെങ്കിൽ കമ്പനിക്ക് ക്യാഷ് ആയിട്ടോ ഷെയർ ആയിട്ടോ കൊടുക്കാം. അപ്പൊ കമ്പനി ഷെയർ ആയിട്ടാണ് അത് കൊടുക്കുന്നതെങ്കിൽ, അപ്പൊ നമുക്ക് ബോണസ് ഇഷ്യൂ വരുമ്പോൾ ഷെയർ ക്യാപിറ്റലിൽ ചേഞ്ച് വരും. പുതിയ ഷെയർസ് കമ്പനി ഇഷ്യൂ ചെയ്തു, അപ്പൊ ചേഞ്ച് വരും. അപ്പൊ നമ്മളത് റെക്കോർഡ് ചെയ്യണം. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എപ്പോഴും നോക്കണം, ബോണസ് ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ഐറ്റംസ് റെഫർ ചെയ്തിട്ട് നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതും നമ്മൾ റെക്കോർഡ് ചെയ്യണം. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ബാലൻസ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ. ഇതാണ് അതിന്റെ ഫോർമാറ്റ്. സിമ്പിൾ ആണ് നിങ്ങൾക്ക് ചെയ്ത് പഠിക്കാൻ. ഇനി നമുക്ക് നെക്സ്റ്റ് ഇൻസ്ട്രുമെന്റ്സ് എൻറ്റയർലി ഇക്വിറ്റി ഇൻ നേച്ചർ. അതിൽ വരുന്നത് കൺവേർട്ടിബിൾ ഡിബഞ്ചേഴ്സും കൺവേർട്ടിബിൾ പ്രിഫറൻസ് ഷെയർസും ആണ്. ദെൻ അതും ഇതുപോലെ തന്നെ സെയിം ഫോർമാറ്റിലാണ് പ്രിപ്പയർ ചെയ്യുക. ബിഗിനിങ്ങിലെ ബാലൻസ് എടുത്ത് എഴുതുക. ഓർമ്മ വേണം, പ്രിഫറൻസ് ഷെയർസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിഡീമബിൾ ആണെങ്കിൽ ഇവിടെ നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ആണെങ്കിൽ അത് ഇക്വിറ്റി നേച്ചർ അല്ല, അത് നമുക്ക് വേണ്ട. നമ്മളോട് കമ്പൽസറിലി കൺവേർട്ടിബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ എടുക്കണ്ടൂ. ദെൻ ഫസ്റ്റ് ബിഗിനിങ്ങിലെ ബാലൻസ് എടുത്ത് എഴുതി. ദെൻ ചേഞ്ചസ് ഇൻ കമ്പൽസറിലി കൺവേർട്ടിബിൾ പ്രിഫറൻസ് ഷെയർസ് ഡിബഞ്ചേഴ്സ് ഡ്യൂ ടു പ്രയർ പീരീഡ് എറേഴ്സ്. രണ്ടാമത്തെ അഡ്ജസ്റ്റ്മെന്റ് നേരത്തെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൽ പറഞ്ഞതുപോലെ തന്നെ ഈ പ്രയർ പീരീഡ് എറേഴ്സ് കൊണ്ട്, മുൻ വർഷങ്ങളിലെ മിസ്റ്റേക്ക് കൊണ്ട് എന്തെങ്കിലും ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ, പ്രിഫറൻസ് ഷെയർസിലോ ഡിബഞ്ചേഴ്സിലോ ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ ഇൻക്രീസ് ആണെങ്കിൽ ആഡ് ചെയ്യണം, ഡിക്രീസ് ആണെങ്കിൽ ലെസ് ചെയ്യണം. ഇപ്പൊ കിട്ടുന്നതാണ് റീസ്റ്റേറ്റഡ് ബാലൻസ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ കറണ്ട് പീരീഡ്. അപ്പൊ നമുക്ക് ഇപ്പൊ ഈ വർഷത്തെ റീസ്റ്റേറ്റഡ് ബാലൻസ് കിട്ടി. ഈ എമൗണ്ടുമ്പോഴാണ് നമ്മൾ ഇനി അഡ്ജസ്റ്റ്മെന്റുകൾ നടത്തുക. ഇവിടെയും അഡ്ജസ്റ്റ്മെന്റ് നേരത്തെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൽ പറഞ്ഞ പോലെ തന്നെ ചേഞ്ചസ് ഇൻ കമ്പൽസറിലി കൺവേർട്ടിബിൾ പ്രിഫറൻസ് ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ് ഡ്യൂറിംഗ് ദ പീരീഡ്. ഇവിടെയും ഈ പ്രിഫറൻസ് ഷെയർസിലോ ഡിബഞ്ചേഴ്സിലോ എന്തൊക്കെ മാറ്റം വന്നിട്ടുണ്ട്, ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടോ, ബൈബാക്ക് ഉണ്ടായിട്ടുണ്ടോ, ഇതാണ് ഇവിടെയും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ബൈബാക്ക് ആണെങ്കിൽ നമ്മുടെ എമൗണ്ട് കുറയുമല്ലോ, നമ്മൾ അത്രയും ഷെയർസ് പ്രിഫറൻസ് ഷെയർ കുറയും. അപ്പൊ ബൈബാക്കോ ഇഷ്യോ എന്താണോ ഉണ്ടായിട്ടുള്ളത് അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് കിട്ടുന്നതാണ് ബാലൻസ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് അതർ ഇക്വിറ്റി. അതർ ഇക്വിറ്റിയിൽ വരുന്നത് റിസർവ്സ് ആൻഡ് സർപ്ലസ് ആണ്. അപ്പോൾ നമ്മുടെ റിസർവ്സിലും റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്നുള്ള ഹെഡിന്റെ കീഴിൽ വരുന്ന എല്ലാ ഐറ്റംസും ഏതൊക്കെയാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത് അതെല്ലാം എടുത്തെഴുതുക. അപ്പൊ സാധാരണ വരാറുള്ളത് ക്യാപിറ്റൽ റിസർവ്, ക്യാപിറ്റൽ റിസർവ് കാണിച്ചിട്ടില്ല. ക്യാപിറ്റൽ റിസർവ് ഉണ്ടാവാം, സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ്, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്, റീവാലുവേഷൻ റിസർവ്, ജനറൽ റിസർവ്. നമ്മുടെ സർപ്ലസിന്റെ ബാലൻസിനെയാണ് നമ്മൾ റീറ്റെയിൻഡ് ഏർണിംഗ്സ് എന്നാണ് ഇവിടെ എഴുതുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ്, അതാണ് റീറ്റെയിൻഡ് ഏർണിംഗ്സ്. ദെൻ അതർ കോംപ്രിഹെൻസീവ് ഇൻകം, വേറെ ഏതെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ അത്. ദെൻ ടോട്ടൽ കോളം.
അപ്പൊ നമുക്ക് എത്ര ക്വസ്റ്റ്യനിൽ എത്ര റിസർവുകൾ തന്നിട്ടുണ്ടോ അത്രയും റിസർവുകൾക്ക് കോളവും ടോട്ടൽ കോളവുമാണ് നമ്മുടെ ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. ഒരു പർട്ടിക്കുലേഴ്സ് കോളം, ദെൻ എത്ര റിസർവുകൾ ഉണ്ടോ അത്രയും റിസർവുകളുടെ കോളം, ഒരു ടോട്ടൽ കോളം. അപ്പൊ അതിലാണ് നമ്മൾ എല്ലാ ചേഞ്ചസും കാണിക്കുക. നേരത്തെ പോലെ തന്നെ ബാലൻസ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ഇയർ. ഓരോ റിസർവുകളിലും നമുക്ക് തന്നിട്ടുണ്ടാവുമല്ലോ, ക്വസ്റ്റ്യനിലുള്ള റിസർവുകളെ നമ്മൾ എഴുതണുള്ളൂ. അപ്പൊ ഓരോ റിസർവുകളിലെയും ഓപ്പണിംഗ് ബാലൻസ് എടുത്ത് എഴുതുക, അതിന്റെ ടോട്ടൽ എഴുതുക. ദെൻ മുമ്പുള്ളതുപോലെ തന്നെ ഷെയർ ക്യാപിറ്റലിലും ഇക്വിറ്റി നേച്ചറിലുള്ളതിലും പറഞ്ഞതുപോലെ തന്നെ ചേഞ്ചസ് ഡ്യൂ ടു പ്രയർ പീരീഡ് എറേഴ്സ്, കഴിഞ്ഞ വർഷങ്ങളിലെ മിസ്റ്റേക്ക് കൊണ്ട് ഇൻക്രീസോ ഡിക്രീസോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യണം. ഇൻക്രീസ് ആണെങ്കിൽ ആഡ് ചെയ്യണം, ഡിക്രീസ് ആണെങ്കിൽ ലെസ് ചെയ്യണം. നെക്സ്റ്റ് ചേഞ്ചസ് ഇൻ അക്കൗണ്ടിങ് പോളിസി, ഒരെണ്ണം കൂടി ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. നേരത്തെ ഒക്കെ നമ്മൾ ആകെ പ്രയർ പീരീഡ് എറർ മാത്രമേ റീസ്റ്റേറ്റഡ് ബാലൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി അഡ്ജസ്റ്റ് ചെയ്തുള്ളൂ. പക്ഷെ ഇവിടെ അക്കൗണ്ടിങ് പോളിസിയിൽ ചേഞ്ച് വരണതും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് റീസ്റ്റേറ്റഡ് ബാലൻസ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദി ഇയർ കിട്ടുള്ളൂ. അപ്പൊ ചിലപ്പോൾ അക്കൗണ്ടിങ് പോളിസിയുടെ മാറ്റം കൊണ്ട് റിസർവുകളിൽ ഏതിലെങ്കിലും മാറ്റം വരാം. ചിലപ്പോൾ പ്രോഫിറ്റ് കൂടാം അല്ലെങ്കിൽ കുറയാം. അങ്ങനെ വരുന്ന ഐറ്റംസ് നമ്മൾ ഇത് കൺസേൺഡ് കോളത്തിൽ എടുത്ത് എഴുതുന്നു, എന്നിട്ട് അതിന്റെ ടോട്ടൽ കോളത്തിലേക്ക് എഴുതുന്നു. ഇപ്പൊ നമുക്ക് കിട്ടുന്നതാണ് റീസ്റ്റേറ്റഡ് ബാലൻസ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദി ഇയർ. ഇനി ഈ കിട്ടുന്ന ഫിഗറിലാണ് നമ്മൾ ബാക്കി അഡ്ജസ്റ്റ്മെന്റുകൾ എല്ലാം ചെയ്യാൻ പോകുന്നത്. ഈ ഫിഗർ നമ്മൾ എടുക്കില്ല, കാരണം ഇത് അഡ്ജസ്റ്റ് ചെയ്ത ഫിഗറാണ് നമുക്ക് ഇവിടെ കിട്ടിയേക്കുന്നത്. അപ്പോൾ ഈ റീസ്റ്റേറ്റഡ് ബാലൻസിലാണ് നമ്മൾ ഇനി എല്ലാ അഡ്ജസ്റ്റ്മെന്റുകളും നടത്താൻ പോകുന്നത്. ദെൻ ഫസ്റ്റ് ഐറ്റം വരുന്നത് നെറ്റ് ഇൻകം ഫോർ ദ ഇയർ. കറണ്ട് പീരീഡിൽ അല്ലെങ്കിൽ നമ്മൾ കറണ്ട് ഫിനാൻഷ്യൽ ഇയറിൽ കറക്റ്റ് വന്ന ഇൻകം എത്ര. അപ്പൊ ഒരു വർഷത്തെ ഡാറ്റയൊക്കെയാണ് തരുന്നതെങ്കിൽ നമുക്ക് നെറ്റ് ഇൻകം വരുന്നത് ഏത് കോളത്തിലാണ് വരിക? റീറ്റെയിൻഡ് ഏർണിങ്സ് കോളത്തിലാണ് വരിക. അത് നമ്മുടെ പ്രോഫിറ്റിലല്ലേ അത് കാണിക്കുക നോക്കി. അപ്പൊ പ്രോഫിറ്റിൽ ആണ് നെറ്റ് ഇൻകം വരുന്നത്. അപ്പൊ ഓരോ ഐറ്റംസും ഇനി കൺസേൺഡ് കോളത്തിൽ തന്നെ വേണം എടുത്ത് എഴുതാൻ. ഏത് ഐറ്റവുമായി ബന്ധപ്പെട്ട ഐറ്റമാണോ അത് അതാത് റിസർവിലോട്ടും റീറ്റെയിൻഡ് ഏർണിങ്സിലേക്ക് കറക്റ്റ് ആയിട്ട് കാണിക്കണം. അപ്പോൾ ഇവിടെ നെറ്റ് ഇൻകം എന്ന് പറയുമ്പോൾ അത് പ്രോഫിറ്റിന്റെ പാർട്ടാണ്. അപ്പോൾ ഒരു വർഷത്തെ ഡാറ്റ ആണെങ്കിൽ നമുക്ക് ഒരു വർഷത്തോളം നെറ്റ് പ്രോഫിറ്റ് തന്നിട്ടുണ്ടാവും. 2 വർഷത്തെ ഡാറ്റ തന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാലോ, ഇപ്പൊ പ്രീവിയസ് ഇയറിലെ ഡാറ്റ തന്നിട്ട് ഈ വർഷത്തെ പ്രോഫിറ്റ് തരുമ്പോൾ പ്രീവിയസ് ഇയറിലെ പ്രോഫിറ്റും കൂടെ അതിലുൾപ്പെടെയാണല്ലോ. നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എഴുതി കഴിയുമ്പോൾ നമ്മൾ പ്രോഫിറ്റിന്റെ കൂടെ എന്ത് ചെയ്യണം? പ്രീവിയസ് ഇയറിലെ പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഈ ലാസ്റ്റ് ഇയറിലെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് പ്രീവിയസ് ഇയറിലെ പ്രോഫിറ്റ് കൂടെ ആഡഡ് ആണ്. അപ്പൊ അത് ലെസ് ചെയ്ത് വേണ്ട അഡ്ജസ്റ്റ്മെന്റ് നടത്തി വേണം നെറ്റ് ഇൻകം കണ്ടുപിടിക്കാൻ. നെക്സ്റ്റ് വരുന്നത് എഫക്റ്റ് ഓഫ് റീവാലുവേഷൻ ആണ്. അപ്പോൾ കമ്പനി റീവാലുവേഷൻ റിസർവ് എന്ന് പറഞ്ഞിട്ട് റിസർവ് ക്രിയേറ്റ് ചെയ്യുന്നത് കമ്പനിയുടെ അസറ്റുകളിൽ റീവാലുവേഷൻ വേണ്ടി വരുമ്പോൾ അതിന് ഫണ്ട് ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അസറ്റ് എന്ന് പറയുമ്പോൾ പ്രോപ്പർട്ടി പ്ലാന്റ് എക്യുപ്മെന്റ് പോലുള്ള അസറ്റുകളിൽ റീവാലുവേഷൻ നടത്താൻ വേണ്ടിയാണ് റീവാലുവേഷൻ റിസർവ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും റീവാലുവേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ പ്രോപ്പർട്ടി പ്ലാന്റ് എക്യുപ്മെന്റ് ഇൻടാഞ്ചിബിൾ അസറ്റ് ഫോറിൻ എക്സ്ചേഞ്ച് ട്രാൻസ്ലേഷൻ ഇതിലൊക്കെ റീവാലുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഇതിൽ കാണിക്കുക. നെക്സ്റ്റ് വരുന്നത് ട്രാൻസാക്ഷൻസ് വിത്ത് ഷെയർ ഹോൾഡേഴ്സ് ആണ്. ഇനി ഷെയർ ഹോൾഡേഴ്സിന് വേണ്ടി എന്തെല്ലാം ട്രാൻസാക്ഷൻസ് നടത്തുന്നു. ഇപ്പൊ ഷെയർ ഇഷ്യൂ ചെയ്യുന്നു, ആർക്കാണ് കൊടുക്കുന്നത്? ഷെയർ ഹോൾഡേഴ്സിനാണ്. അപ്പൊ ഷെയർ ഇഷ്യൂ വരുന്നത് ഇവിടെ നമുക്ക് കാണിക്കണം. അപ്പൊ എന്തിനെങ്കിലും എടുത്തിട്ടാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ, ഫോർ എക്സാമ്പിൾ ബോണസ് ഇഷ്യൂ നടത്തുന്നുണ്ട്, അത് CRR നിന്നാണെങ്കിൽ ക്യാപിറ്റൽ റിഡംഷൻ റിസർവിൽ നിന്നാണെങ്കിൽ അത് നമ്മൾ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് ഇത് പിന്നീട് ബോണസ് ഇഷ്യൂവിന് മാത്രമേ ഉപയോഗിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ബോണസ് ഇഷ്യൂ നടന്നിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ക്യാപിറ്റൽ റിഡംഷൻ റിസർവിൽ അത് കാണിക്കണം. ദെൻ അപ്പോൾ ഓരോ ഐറ്റംസ് ഫോർ എക്സാമ്പിൾ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്തിൽ നിന്നാണ്? പ്രോഫിറ്റിൽ നിന്നാണ് കൊടുക്കുക. അപ്പൊ നമ്മൾ റീറ്റെയിൻഡ് ഏർണിങ്സ് കോളത്തിൽ കാണിക്കണം. ദെൻ ട്രാൻസ്ഫർ ടു റിസർവ്, ഇപ്പൊ ജനറൽ റിസർവിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പൊ അത് നമ്മൾ ജനറൽ റിസർവിൽ കാണിക്കണം. അതുപോലെ ഇഷ്യൂ ഓഫ് ഷെയർസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ബൈബാക്ക് ഓഫ് ഷെയർസ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ സെക്യൂരിറ്റീസ് പ്രീമിയത്തിന് എമൗണ്ട് എടുത്തിട്ടാണ് ബൈബാക്ക് നടത്തുന്നതെങ്കിൽ അത് സെക്യൂരിറ്റീസ് പ്രീമിയം കോളത്തിൽ നമ്മൾ കാണിക്കണം. അങ്ങനെ എല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ബാലൻസ് അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയറിലേക്ക് എത്തുന്നത്. അപ്പൊ ഇത്രയും അഡ്ജസ്റ്റ്മെന്റ്സ് ആണ് ഇതിൽ വരുന്നത്. നമുക്ക് നെക്സ്റ്റ് ഇനി ഒരു ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ ഈ ഫോർമാറ്റ് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും. നോക്കാം. ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ പ്രിപ്പയർ സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി ഓഫ് അഭിലാഷ് ലിമിറ്റഡ്. നമുക്ക് 2 വർഷത്തെ ഡാറ്റ തന്നിട്ടുണ്ട്. അതായത് 24 അവസാനത്തെ 31/3/2024 31/3/2025 തന്നിട്ടുണ്ട്. Then equity share capital fully paid shares of 10 rupees each. ബിഗിനിങ്ങിൽ 5 lakhs ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ 6,25,000 ഉണ്ട്.
എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് ഷെയർ ഇഷ്യൂ നടന്നിട്ടുണ്ട്. അപ്പൊ ഏത് ടൈപ്പ് ഷെയർ ആണെന്നുള്ളത് നമ്മൾ ഫുൾ ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം വേണം നമ്മൾ തീരുമാനിക്കാൻ. ബോണസ് ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടോ ഇതൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻ ഫുള്ള് വായിച്ചതിന് ശേഷം വേണം. ഷെയർ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. പക്ഷെ അതെങ്ങനെയാണ് വന്നത്? എമൗണ്ട് കൂടിയേക്കാണ്. അതുകൊണ്ട് അതെങ്ങനെ വന്നു ആ 1,25,000 എന്നുള്ളത് നമ്മൾ ഒരു അസംഷനിലേക്ക് എത്തണം കറക്റ്റ് ആയിട്ട്. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നു 8% പ്രിഫറൻസ് ഷെയർസ് ക്യാപിറ്റലോ 2 lakhs-ഉം 3 lakhs, അതായത് പ്രീവിയസ് ഇയറിൽ 3 lakhs ആയിരുന്നു, ഇപ്പൊ 2 lakhs. ഫുള്ളി പെയ്ഡ് പ്രിഫറൻസ് ഷെയർ ഓഫ് 100 rupees ഈച്ച് റിഡീമബിൾ അറ്റ് പാർ. ഷെയറിന്റെ പ്രത്യേകത എന്താണ്? ഇത് റിഡീമബിൾ ആണ്, കൺവേർട്ടിബിൾ അല്ല. റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് നമുക്ക് എടുക്കാൻ പാടില്ല. നമുക്ക് ഇൻസ്ട്രുമെന്റ് എൻറ്റയർലി ഇക്വിറ്റി ഇൻ നേച്ചർ എന്ന് പറയുന്നതിൽ വരുന്നത് കൺവേർട്ടിബിൾ പ്രിഫറൻസ് ഷെയർസ് ആണ്. അപ്പൊ റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എടുക്കാൻ പാടില്ല. അതുകൊണ്ട് നമുക്ക് ഈ ഐറ്റം വരില്ല. നെക്സ്റ്റ് ക്യാപിറ്റൽ റിസർവ് തന്നിട്ടുണ്ട്. ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും സെയിം ആണ്, അവിടെ അഡ്ജസ്റ്റ്മെന്റ് ഒന്നും ഉണ്ടായിട്ടില്ല. സെക്യൂരിറ്റീസ് പ്രീമിയം തന്നിട്ടുണ്ട്. നോക്കൂ, ഇവിടെ 50,000 രൂപ ഉണ്ടായിരുന്നുള്ളൂ ഓപ്പണിംഗ് ബാലൻസ്, ക്ലോസിംഗിൽ വന്നപ്പോൾ 60,000. അതിന്റെ മീനിങ് എന്താണ്? ഈ ഷെയർ ഇഷ്യൂ, ഇവിടെ ഷെയർ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഷെയർ ഇഷ്യൂ നടത്തിയപ്പോൾ പ്രീമിയം വന്നിട്ടുണ്ട്, 10,000 രൂപ അവിടെ പ്രീമിയം കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ റെക്കോർഡ് ചെയ്യണം അത്. ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് നോക്കൂ, 25,000 ആണ് പ്രീവിയസ് ഇയർ ബാലൻസ്, ഈ വർഷം ഒന്നുമില്ല. എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് നമ്മൾ ആകെ ബോണസ് ഇഷ്യൂവിന് മാത്രമേ ഉപയോഗിക്കുള്ളൂ. അതിന്റെ മീനിങ് നമ്മുടെ കറണ്ട് പീരീഡിൽ ഈ 25,000-നുള്ള ബോണസ് ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 6,25,000-ൽ 25,000 ബോണസ് ഇഷ്യൂ ആണ്. ബാക്കിയുള്ള 1 lakh, അതായത് 6,25,000 മൈനസ് 5 lakh എന്ന് പറയുമ്പോൾ 1,25,000 ആണ്. അതിൽ 25,000 ബോണസ് ഇഷ്യൂ ആണ്. ബാക്കി 1 lakh ആണ് പുതിയ ഷെയർ ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് നമ്മളത് എമൗണ്ട് കണ്ടുപിടിക്കുക. നെക്സ്റ്റ് റീവാലുവേഷൻ റിസർവ് നോക്കൂ, 20,000 ബാലൻസ് ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒന്നുമില്ല. എന്ന് പറഞ്ഞാൽ റീവാലുവേഷന് വേണ്ടിയിട്ട് അസറ്റുകൾ റീവാല്യൂ ചെയ്യാനായ എമൗണ്ട് റൈറ്റ് ഓഫ് ചെയ്ത് പോയിട്ടുണ്ട്. ദെൻ റീറ്റെയിൻഡ് ഏർണിങ്സ് നോക്കൂ, 3,65,000 ആണ് കഴിഞ്ഞ വർഷത്തെ ബാലൻസ്. ദെൻ 7,15,000 ആണ് ഈ വർഷത്തെ ബാലൻസ്. എന്ന് പറഞ്ഞാൽ ഈ വർഷത്തെ ബാലൻസ് ഇതും കൂടെ അഡ്ജസ്റ്റ് ചെയ്തതാണ്, ഈ എമൗണ്ടും കൂടെ അഡ്ജസ്റ്റ് ചെയ്തതാണ് ഈ 7,15,000. പിന്നെ വേറെ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ, ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ടെങ്കിലോ അതൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത എമൗണ്ട് വേണം കറണ്ട് ഇയറിലെ നെറ്റ് ഇൻകം കണ്ടുപിടിക്കാൻ. നമുക്ക് നെറ്റ് ഇൻകം ഫോർ ദ കറണ്ട് പീരീഡ് കണ്ടുപിടിക്കാൻ. ഇതിപ്പോ ഈ വർഷത്തെ ബാലൻസ് ആണ്. അപ്പൊ നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ആണ് ഇത്. ദെൻ ഇത് ക്ലോസിംഗിലെ ബാലൻസ് ആണ്. നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഈ ഡിഫറൻസ് വന്നത് എന്നുള്ളത് കണ്ടുപിടിക്കാനാണ്. ഈ ഐറ്റത്തിലൊക്കെ എങ്ങനെ ഡിഫറൻസ് വന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ 7,15,000-ൽ ഈ 3,65,000 ഉൾപ്പെടെയാണുള്ളത്. അപ്പൊ അത് അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ വേറെ ഡിവിഡൻഡ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പൊ ഇവിടെ നോക്കി, an interim dividend at the rate of 30% was paid on the opening capital of 5 lakh on 11th October. അപ്പോൾ 11th ഒക്ടോബറിൽ നമ്മുടെ ഡാറ്റ കിടക്കണം നോക്കി, 2024 ഏപ്രിൽ 1-ാം തീയതി തുടങ്ങുന്നതാണ്. ആ വർഷത്തിൽ തന്നെയാണ്. എന്നിട്ട് 31/3/2025 അവസാനിപ്പിക്കുന്ന ഫിനാൻഷ്യൽ ഇയർ. അപ്പൊ ആ കറണ്ട് പീരീഡിലാണ് ഈ 5 lakh 30%, അതായത് 5 lakhന്റെ 30% എന്ന് പറഞ്ഞാൽ 1,50,000 ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ആ ഡിവിഡൻഡ് ഒന്ന് ഡിവിഡൻഡ് പെയ്ഡ് ആയിട്ട് കാണിക്കണം, രണ്ടാമത്തത് നമ്മുടെ ഷെയർ ഇത് പ്രോഫിറ്റ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ആ ഡിവിഡൻഡ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷമുള്ള എമൗണ്ട് ആണിത്. ഡിവിഡൻഡ് ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുള്ള റീറ്റെയിൻഡ് ഏർണിങ്സിന്റെ ബാലൻസ് ആണിത്. അപ്പൊ നമ്മൾ നെറ്റ് ഇൻകം കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ അതും കൂടെ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പൊ നമുക്കിനി നമ്മുടെ ആൻസറിലേക്ക് പോവാം. ഫസ്റ്റ് വൺ, 2 കോമ്പണന്റ് നമുക്ക് ഇവിടെ ഉള്ളൂ. കാരണം രണ്ടാമത്തെ കോമ്പണന്റ് ഇക്വിറ്റി ഇൻ നേച്ചർ ഇവിടെ ഇല്ല, പ്രിഫറൻസ് ഷെയർസ് റിഡീമബിൾ ആയതുകൊണ്ട്. അപ്പോൾ ഫസ്റ്റ് വൺ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനില്. ബിഗിനിങ്ങിലെ ബാലൻസ് 5 lakh ആണ്. പിന്നെ നമ്മൾ പറഞ്ഞു CRR ഉണ്ടായിരുന്നത്, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് ഉണ്ടായിരുന്നത് 25,000, ഇപ്പൊ ഇല്ലാണ്ടായപ്പോ 25,000 ബോണസ് ഇഷ്യൂ വന്നിട്ടുണ്ട്. പിന്നെ ബാക്കി വരുന്ന 1 lakh ഇഷ്യൂ ഓഫ് ഷെയർസ് ആണ്. അപ്പൊ നമ്മൾ അത് റെക്കോർഡ് ചെയ്തു. ബാലൻസ് അറ്റ് ദ റിപ്പോർട്ടിംഗ് പീരീഡ്, ദെൻ പ്രയർ പീരീഡ് എറേഴ്സ് ഒന്നും നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. അപ്പൊ നമുക്ക് കിട്ടുന്നതാണ് റീസ്റ്റേറ്റഡ് ബാലൻസ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ പീരീഡ്. എറേഴ്സ് ഒന്നും ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. അപ്പൊ നമുക്ക് റീസ്റ്റേറ്റഡ് ബാലൻസ് 5 lakh തന്നെ കിട്ടി. ഇനി കറണ്ട് റിപ്പോർട്ടിംഗ് പീരീഡിലെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൽ എന്തൊക്കെ ചേഞ്ച് ഉണ്ട്? പുതിയ ഷെയർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട് 1 lakh rupees-ന്. ദെൻ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട് 25,000 rupees-ന്. അത് നമുക്ക് എങ്ങനെയാ കിട്ടിയത്? ഇവിടെ 25,000 ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടായിരുന്നു ക്യാപിറ്റൽ റിഡംഷൻ റിസർവിന്. ദെൻ ക്ലോസിംഗ് ബാലൻസിൽ ആ എമൗണ്ട് ഇല്ല. ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് പിന്നീട് ബോണസ് ഇഷ്യൂവിന് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. അപ്പൊ ബോണസ് ഇഷ്യൂ നടന്നിട്ടുണ്ട് എന്നൊരു അസംഷനിലേക്ക് നമ്മൾ എത്തും.
ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നത് അതർ ഇക്വിറ്റി ആണ്. അതർ ഇക്വിറ്റിയിൽ നമുക്ക് ഏതൊക്കെ റിസർവുകൾ തന്നിട്ടുണ്ടോ അത്ര റിസർവുകൾ നമ്മൾ എടുത്ത് എഴുതണം. ഇപ്പൊ നമുക്ക് ഏതൊക്കെയുണ്ട്? ക്യാപിറ്റൽ റിസർവ് ഉണ്ട്, സെക്യൂരിറ്റീസ് പ്രീമിയം ഉണ്ട്, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് ഉണ്ട്, റീവാലുവേഷൻ റിസർവ് ഉണ്ട്, റീറ്റെയിൻഡ് ഏർണിംഗ്സ് ഉണ്ട്. അപ്പൊ ഇത്രയും റിസർവിന്റെ കോളവും ടോട്ടൽ കോളവും ഒരു പർട്ടിക്കുലർ കോളം, ദെൻ 2, 4, 5 റിസർവുകളുടെ കോളം, ഒരു ടോട്ടൽ കോളം. എന്നിട്ട് നമ്മൾ ഈ ഓപ്പണിംഗ് ബാലൻസുകളെല്ലാം എടുത്ത് എഴുതുക, എന്നിട്ട് ടോട്ടൽ കണ്ടുപിടിക്കുക. ഇപ്പോൾ ബാലൻസ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ കറണ്ട് പീരീഡ് എല്ലാത്തിന്റെയും ഓരോന്നിന്റെയും ഓപ്പണിംഗ് ബാലൻസുകൾ എടുത്ത് എഴുതി. ഇവിടെ ഈ ബാലൻസ് എഴുതിയിരുന്നതിൽ മിസ്റ്റേക്ക് ഉള്ളതാണ് ഇവിടെ കറക്ഷൻ കേട്ടോ. ഇവിടെ 25,000 ആണ് ആക്ച്വലി ക്യാപിറ്റൽ റിഡംഷൻ റിസർവിന്റെ ബാലൻസ്, 25,000. പക്ഷെ ഇവിടേക്ക് എടുത്ത് പ്രിന്റ് ചെയ്ത് വന്നപ്പോൾ 20,000 വന്നിട്ടുള്ളൂ. അത് കറക്റ്റ് ചെയ്ത് എഴുതിയേക്കുന്നതാണ്. അതുപോലെ റീവാലുവേഷൻ റിസർവ് 20,000 ആണ്. ദെൻ ടോട്ടൽ വരുമ്പോൾ നമുക്ക് 4,70,000 കിട്ടും. ദെൻ പ്രയർ പീരീഡ് എറേഴ്സ് ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല, അതുകൊണ്ട് നമ്മളത് അങ്ങനെ ഫോർമാറ്റ് നമുക്ക് അങ്ങനെ തന്നെ എഴുതണം. അതുകൊണ്ട് അത് എഴുതി. ഇപ്പൊ നമുക്ക് വീണ്ടും സെയിം എമൗണ്ട് തന്നെ റീസ്റ്റേറ്റഡ് ബാലൻസ് കിട്ടി. ഇതുമല്ലാണ് നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് നടത്തുക. എല്ലാത്തിന്റെയും സെയിം എമൗണ്ട് തന്നെയാണ് റീസ്റ്റേറ്റഡ് ബാലൻസ്. പിന്നെ അക്കൗണ്ടിങ് പോളിസിയിലുള്ള ചേഞ്ചും തന്നിട്ടില്ല ഇവിടെ, അതുകൊണ്ടാണ് അത് കാണിക്കാതിരുന്നത്. അതർ ഇക്വിറ്റിയിൽ അക്കൗണ്ടിങ് പോളിസിയിൽ ചേഞ്ച് വരുന്നത് റെക്കോർഡ് ചെയ്യേണ്ടതുണ്ട്, പക്ഷെ ഇവിടെ ഇല്ല, ആയിട്ടില്ല. അപ്പൊ നമുക്ക് റീസ്റ്റേറ്റഡ് ബാലൻസ് ഈ എമൗണ്ടുകൾ തന്നെ കിട്ടി. ഇനി നെറ്റ് ഇൻകം ഫോർ ദ പീരീഡ് നമുക്ക് റീറ്റെയിൻഡ് ഏർണിംഗ്സിന്റെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഓപ്പണിംഗ് ബാലൻസ് 3,65,000 ക്ലോസിംഗ് ബാലൻസ് 7,15,000 ആണ്. അപ്പൊ ഈ ക്ലോസിംഗ് ബാലൻസിൽ ഇത് ഉൾപ്പെടെയാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ ഡിവിഡൻഡ് 30% 1,50,000 കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് അതിന്റെ അഡ്ജസ്റ്റ്മെന്റ് കഴിഞ്ഞിട്ട് വരുന്നതാണ് നെറ്റ് ഇൻകം. അതായത് നമുക്ക് ക്ലോസിംഗിലുള്ള 7,50,000 അതിന്റെ കൂടെ നമ്മൾ ഡിവിഡൻഡ് അതിൽ നിന്ന് ഡിവിഡൻഡ് കൊടുത്തു കഴിഞ്ഞിട്ടുള്ള പൈസയാണ് 7,15,000. അപ്പൊ കറണ്ട് ഇയറിലെ നെറ്റ് ഇൻകം എന്ന് പറയുമ്പോൾ 1,50,000 കൂടെ നമ്മുടെ ഇൻകം ആയിരുന്നു. അപ്പൊ നമ്മൾ അത് ആഡ് ചെയ്യുന്നു. ദെൻ കഴിഞ്ഞ വർഷത്തെ ബാലൻസ് നമ്മൾ ഇതിൽ ആഡ് ചെയ്തതായിരുന്നതുകൊണ്ട് അത് ലെസ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് 5 lakhs കിട്ടും. അപ്പൊ നെറ്റ് ഇൻകം നമ്മൾ 5 lakhs റീറ്റെയിൻഡ് ഏർണിംഗ്സിൽ കാണിക്കുന്നു, ടോട്ടൽ കോളത്തിൽ എഴുതുന്നു. ദെൻ നമുക്ക് നെക്സ്റ്റ് ഉള്ളത് റീവാലുവേഷൻ, എഫക്റ്റ് ഓഫ് റീവാലുവേഷൻ ആണ്. എഫക്റ്റ് ഓഫ് റീവാലുവേഷൻ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇതിൽ നോക്കുമ്പോൾ അതേ റീവാലുവേഷൻ റിസർവിന് 20,000 ഉണ്ടായിരുന്നു, ഇപ്പൊ ഒന്നുമില്ല. അപ്പൊ നമുക്ക് എഫക്റ്റ് ഓഫ് റീവാലുവേഷൻ ഉണ്ടായിട്ടുണ്ട്. എഫക്റ്റ് ഓഫ് റീവാലുവേഷൻ ഓഫ് പ്രോപ്പർട്ടി 20,000 ഇപ്പൊ ഇല്ല. അപ്പൊ അത് അത്രയും നമ്മൾ റൈറ്റ് ഓഫ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പൊ അത് മൈനസ് ചെയ്യാനുള്ള ഫിഗർ ആണ്. നമ്മൾ ടോട്ടലിലും മൈനസ് ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതി. ദെൻ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഇനി ട്രാൻസാക്ഷൻസ് വിത്ത് ഷെയർ ഹോൾഡേഴ്സ് ആണ് ഇനി വരുന്നത്. അതിൽ ഫസ്റ്റ് ആയിട്ടാണ് ഡിവിഡൻഡ് പറഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ട് 1,50,000. അപ്പൊ ഡിവിഡൻഡ് കൊടുക്കുന്നത് റീറ്റെയിൻഡ് ഏർണിംഗ്സിൽ നിന്നാണ്, പ്രോഫിറ്റിൽ നിന്നാണ് ഡിവിഡൻഡ് കൊടുക്കുക. അപ്പൊ പേയ്മെന്റ് ആയതുകൊണ്ട് അത് ലെസ് ചെയ്യാനുള്ളതാണ്. അപ്പൊ നമ്മൾ ഇവിടെ ടോട്ടൽ കോളത്തിൽ ലെസ് ചെയ്യാൻ വേണ്ടി എഴുതി. ദെൻ ഇനി നമുക്ക് വരുന്നത് നമ്മുടെ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് ചെയ്യുന്നത് കണ്ടത് നമ്മൾ റെക്കോർഡ് ചെയ്തില്ല, ബോണസ് ഇഷ്യൂ നടത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ അത് റെക്കോർഡ് ചെയ്യണം. എഫക്റ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ് 25,000 ക്യാപിറ്റൽ റിഡംഷൻ റിസർവിൽ 25,000 ഉണ്ടായിരുന്നു, അത് നമ്മൾ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ എടുത്തു. ദെൻ നെക്സ്റ്റ് വരുന്ന മാറ്റം നമ്മുടെ സെക്യൂരിറ്റീസ് പ്രീമിയത്തിൽ 50,000 ആയിരുന്നത് ഇപ്പൊ 60,000 ആയിട്ട് മാറി. അപ്പോൾ 10,000 ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു നേരത്തെ 1 lakh ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്, അതാണ് 10,000. അപ്പോൾ സെക്യൂരിറ്റീസ് പ്രീമിയത്തിൽ മാറ്റം വന്നു. എഫക്റ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ന്യൂ ഷെയർസ് ഓൺ സെക്യൂരിറ്റീസ് പ്രീമിയം 10,000. ആ എമൗണ്ട് നമ്മൾ ടോട്ടൽ എഴുതി. സെക്യൂരിറ്റീസ് പ്രീമിയം കിട്ടിയേക്കാണ്, അപ്പൊ ആഡ് ചെയ്യാനുള്ളതാണ്. അങ്ങനെ നമ്മൾ അതിന്റെ ടോട്ടൽ കണ്ടുപിടിക്കുന്നു, അതാണ് ടോട്ടൽ ഓഫ് അതർ ഇക്വിറ്റി. ക്യാപിറ്റൽ റിസർവിന് മാറ്റമൊന്നുമില്ല. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ക്യാപിറ്റൽ റിസർവിന് മാറ്റമൊന്നുമില്ല. അപ്പൊ നമുക്ക് ഇതില് എങ്ങനെയാണ് ഇതിലൊക്കെ ചേഞ്ചസ് വന്നത് എന്നാണ് കാണിച്ചു തരുന്നത്. ഈ 10,000 ആയിട്ട് തന്നെ നിൽക്കുന്നു. 50,000 എങ്ങനെ 60,000 ആയി, 25,000 എങ്ങനെ 0യിലേക്ക് എത്തി, 20,000 എങ്ങനെ 0യിലേക്ക് എത്തി, 3,65,000 എങ്ങനെ 7,15,000 എത്തി എന്നുള്ളതാണ് നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഓരോന്നും നോക്കി ഇവിടെ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് 25,000 ഉണ്ടായിരുന്നു, അതിനില്ലായി മാറി. സെക്യൂരിറ്റീസ് പ്രീമിയം 50,000 ഉണ്ടായിരുന്നു, 60,000 ആയിട്ട് മാറി. ദെൻ റീവാലുവേഷൻ റിസർവ് 20,000 ഉണ്ടായിരുന്നു, ഇപ്പൊ ഒന്നുമില്ല. 3,65,000 ആയിരുന്നു റിറ്റെയിൻഡ് ഏർണിംഗ്സിന്റെ ഓപ്പണിംഗ് ബാലൻസ്. നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് 7,15,000 കിട്ടി. ഇനി നമ്മൾ ഈ ടോട്ടലും ഇതേപോലെ തന്നെ ആഡ് ചെയ്യാനുള്ളത് ആഡ് ചെയ്ത് മൈനസ് ചെയ്യാനുള്ളത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 7,85,000 കിട്ടും. ഇനി നമ്മുടെ ടോട്ടൽ ഓഫ് ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ഷെയർ ക്യാപിറ്റലിന്റെ എമൗണ്ടും, അതായത് നമുക്ക് ഈ കിട്ടിയ എമൗണ്ട് 6,25,000, നെക്സ്റ്റ് ഈ ഇപ്പൊ കിട്ടിയ 7,85,000 കൂടെ ആഡ് ചെയ്യുമ്പോൾ അതാണ് ടോട്ടൽ ഇക്വിറ്റി 14,10,000. അപ്പൊ ഈ ഫോർമാറ്റ് നന്നായിട്ട് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പറ്റുന്നതാണ്.
അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക.